പൊന്മാനിലെ അജേഷ് എന്ന കഥാപാത്രത്തെ പോലെ ജീവിതത്തിൽ തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അതിനെല്ലാം നെഞ്ചും വിരിച്ച് നേരിട്ട ഒരു കൊല്ലം പുനലൂരുകാരന്റെ കഥയൊന്നുണ്ട്. തന്റെ എഞ്ചിനീയറിംഗ് പഠനശേഷം മാർക്കറ്റിംഗ് ഹെഡായ ഒരു തമിഴ്നാട് കോളേജിൽ ജോലിക്ക് കയറുകയും തന്റെ വാക് സാമർത്ഥ്യത്തിൽ നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്തെങ്കിലും പരസ്യത്തിലെ മോഹ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യത്തിൽ നൽകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരൻ കുട്ടികളോട് മാപ്പ് പറഞ്ഞ കോളേജിൽ നിന്ന് പടിയിറങ്ങും. അതിനോടൊപ്പം മനസ്സിലൊന്ന് കുറിച്ചിടുന്നുമുണ്ട്, ഇതുപോലെയൊരു സ്ഥാപനം നാളെകളിൽ ഞാനും പടുത്തുയർത്തും. അങ്ങനെ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മധുരയിൽ ആരംഭിച്ച ഒരു കോളേജും ശേഷം തെങ്കാശിയിൽ 2500 സ്ക്വയർ ഫീറ്റ് വാടക കെട്ടിടത്തിൽ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച രണ്ട് സ്ഥാപനങ്ങളും അമ്പേ പരാജയപ്പെടുന്നു. ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലെന്ന് ഒന്നടങ്കം വിളിച്ചു പറയുമ്പോൾ അജേഷിന്റെ അതേ വാശി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ വ്യക്തി തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതെ, ആ തകർച്ചയിലും തളരാതെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം അരിച്ചു പെറുക്കി ഒപ്പം ഭീമമായ തുക വായ്പയെടുത്തും ബിനു എന്ന പുനലൂരുകാരൻ തന്റെ മനസ്സിൽ കുറിച്ചിട്ട് സ്വപ്നം പടുത്തുയർത്തുന്നു. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 10,000 വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുന്ന ഈ വ്യക്തി അവരുടെ സ്വന്തം ചെയർമാൻ പ്രോ കൂടെയാണെന്ന്. അതെ, ഇതയാൾ പൊരുതി നേടിയ വിജയം അതിനൽപ്പം ചേര് കൂടും.